എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് എനിക്ക് ലാസ്റ്റ് വീക്കിലോട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. മെസ്സേജസിന് മാത്രമായിട്ട് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നതിനെ പറ്റി മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്ത് തരാമോ, ലോങ് വീഡിയോ ആയിട്ട് എന്ന് ചോദിച്ചിട്ടൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, ഇതിപ്പോൾ എന്താ പറയുക, മിക്കവാറും എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആവും. നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് ആണല്ലോ. ജനറൽ റീഡിംഗ് ആണ്, അത് ഓർക്കുക കേട്ടോ. എൻ്റെ യൂഷ്വൽ ഡയലോഗ് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, അത് പ്രത്യേകിച്ച് ഒരു റീഡിംഗ് അല്ലാത്തതുകൊണ്ട്. മെസ്സേജസ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. ഏതൊക്കെ കാർഡ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. ഇപ്പോൾ ഇത് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത ഉടനെ ആയിരിക്കില്ല, ഇമ്മീഡിയറ്റ് ആയിട്ടല്ല ഞാൻ റീഡ് ചെയ്യുക, ആ ദിവസത്തിൻ്റെ അകം റീഡ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പം തന്നെ ചെയ്ത് തന്നോന്ന് വരില്ല, ആ ദിവസത്തിൻ്റെ എൻഡിന് മുന്നേ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരോട് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് എന്താണെന്ന് അവരോട് പറയാനുള്ളത് ഇന്നത്തെ ദിവസം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരോട് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു തരും. എടുക്കട്ടെ. Judgment, Page of Wands, Two of Cups, very good. Hierophant, Page of Pentacles, Lovers, excellent. Five of Pentacles, Three of Swords, Four of Cups, Knight of Cups. രണ്ട് കാർഡ് വന്നു, Two of Wands and Ten of Wands. Okay, Queen of Pentacles, clarify Three of Swords, clarify Three of Swords, Gods എന്നായിപ്പോയി, clarify Three of Swords, clarify Three of Swords. സ്റ്റാമർ ചെയ്യുന്നുണ്ട്, 2 ദിവസമായിട്ട് സ്റ്റാമറിങ് വരുന്നു. ആരുടെ എനർജി ആണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നല്ല മെസ്സേജസ് ആണ് നിങ്ങൾക്കായിട്ട് അവർ തരുന്നത് കേട്ടോ. അതായത് നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നാണ് ആദ്യമായിട്ട് അവർ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട്, തടസ്സങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി എല്ലാം അവർ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നതായിട്ടും ഇവർ പറയുന്നുണ്ട്. നിങ്ങൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാറുണ്ടായിരിക്കും. റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ പറയുന്ന വീണ്ടും മെസ്സേജസ് അയക്കുന്നതാണ്, കോണ്ടാക്റ്റിലിരിക്കുന്നതാണ്. കോണ്ടാക്റ്റ് ലൈഫ് ലോങ് തുടരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർക്ക് വേണമെന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങളുടേതൊരു മ്യൂച്വൽ ലവാണ്, നിങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്കറിയാം എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്നേഹം സത്യമാണ്, ആ സ്നേഹം എന്നും അവർക്ക് കൂടെ വേണം, നിങ്ങളുടെ കൈ വിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്ന് തന്നെയാണ്, ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തന്നെയാണ് അവരുടെ തീവ്രമായ ആഗ്രഹം എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവിടെ പല തടസ്സങ്ങളുണ്ട്, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അങ്ങനത്തെ ഡിഫറൻസസ്, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ പല ഡിഫറൻസസ് ഉണ്ട്. ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല തടസ്സങ്ങളുണ്ട്. പക്ഷെ അവരതൊന്നും ബോധർ ചെയ്യുന്നില്ല. നിങ്ങളെ അവർക്ക് വിട്ടുകളയാൻ പറ്റില്ല. തീർച്ചയായും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതാണ് എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ പഴയ മെസ്സേജസൊക്കെ അവർ എപ്പോഴും എടുത്ത് നോക്കാറുണ്ട് എന്നും അവർ പറയുന്നു. പിക്ചേഴ്സ് കൈവശം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാറുണ്ടായിരിക്കും. ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ അവിടെയൊക്കെ നിങ്ങളെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും പറയുന്നു. ഓക്കെ, അത് 2 പ്രാവശ്യം വളരെ തീവ്രമായിട്ട് ഓൺലൈൻ സ്റ്റോക്കിംഗ് നടക്കുന്നുണ്ട് കേട്ടോ.
നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, ഐ ലവ് യു എന്ന് തന്നെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അവിടെ വീണ്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടെ എന്ന് അവർക്ക് തോന്നാറുണ്ട് എന്ന് തന്നെ അവർ പറയുന്നു. ചുരുക്കം ചിലർക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കാരണം ഒരു തൽക്കാലം ഒരു ഡിസ്റ്റൻസ് ഇടേണ്ടെന്ന് ഒരു അവർ പറഞ്ഞു കാണും. തൽക്കാലം നമുക്ക് നിർത്താം, പിന്നീട് സന്ദർഭം ശരിയായി വരുമ്പോൾ വി വിൽ കോണ്ടാക്റ്റ് അഗെയിൻ എന്നുള്ള രീതിയിൽ ചിലർക്കെങ്കിലും അവരുടെ പേഴ്സൺ പറഞ്ഞു കാണും. തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കാം, ജോലിയൊക്കെ ആവട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ. എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ജോലിയൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ തൽക്കാലം രണ്ടുപേരും ഒരു ബ്രേക്ക് എടുത്തിരിക്കാം കേട്ടോ. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് അവർക്ക് ജോലി ശരിയായിട്ടുണ്ട്, അവർ കരിയറിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവർ സെൽഫ് റിലയൻ്റ് ആയി കഴിഞ്ഞു, സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ആ തടസ്സം അവിടെ മാറിയിട്ടുണ്ട് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നും പറയുന്നു. ഈ നോ കോണ്ടാക്റ്റിൽ പോയവരെല്ലാം നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വല്ലാതെ ആയിട്ട് അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നും അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളെ അവർ വിഷമിപ്പിച്ചിട്ടുണ്ട് പല സിറ്റുവേഷൻസിൽ. വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു സോറി പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് അവരാഗ്രഹിക്കുന്നത് എന്നും പറയുന്നു. ഓക്കെ, ചിലർക്കെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നുണ്ട്, ജോലി കിട്ടിയിരിക്കുന്ന ഒരു പക്ഷെ ദൂരദേശത്തായിരിക്കാം, അവിടെ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് വരണം, വന്നതിന് ശേഷം കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് കേട്ടോ. വരുമ്പോൾ നിങ്ങൾക്കായിട്ടൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, ക്വീൻ ഓഫ് പെന്റക്കിൾസ് വെച്ച് നിങ്ങളും നിങ്ങളുടെ ജോലിയിലേക്ക് ശ്രദ്ധിക്കണം എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അവരുടെ കാര്യങ്ങൾ സ്റ്റേബിൾ ആക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ ജോബ്, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക, സെൽഫ് റെസ്പെക്റ്റ്, അതെല്ലാം തന്നെ നിങ്ങളും ശ്രദ്ധിക്കണം എന്നും അവർ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധയുണ്ട് എന്നർത്ഥം. ഓക്കെ, നിങ്ങളെ പ്രതി വല്ലാത്ത പൊസസീവാണ് അവരെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാര്യം ഇങ്ങനെയൊക്കെ ആയാലും അതുകൊണ്ടാണ് ഈ ഓൺലൈൻ സ്റ്റോക്കിംഗ് ഇത്ര പ്രബലമായിട്ട് നടക്കുന്നത്. കാരണം നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എന്നെല്ലാം ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അഥവാ നിങ്ങൾ വേറെ ആരുടെങ്കിലും കൂടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും മറ്റാരുടെങ്കിലും കൂടെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തൊരു അവസ്ഥയാണ്. അത് മാത്രമല്ല ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിങ്ങും കൂടെയാണ്. നിങ്ങൾ അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടരുത്, നിങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കരമായ ഒരു കരുതൽ നിങ്ങൾക്ക് നേരെ അവർക്കുള്ളതായിട്ട് അവർ പറയുന്നു. ഭയങ്കര പൊസസീവാണ് എന്ന് തന്നെ, നിങ്ങൾ അവരുടെ മാത്രമാണ് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്ത്. 9 ഓഫ് കപ്സ് നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ വിഷ് ഫുൾഫിൽമെന്റ് ആണ് എന്നും പറയുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർ പൊതുവെ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, എന്നിരുന്നാലും നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ അവർ പറയുന്നു കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം, നിങ്ങൾക്കായിട്ടൊരു പെട്ടെന്ന് അധികം വൈകിക്കാതെ ഇനി ഒരു ആക്ഷൻ എടുക്കണം എന്നവർ നിശ്ചയമായും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരിക എന്നുള്ളത്, ഒരു കമ്മിറ്റ്മെന്റ് തരിക എന്നുള്ളത് അവരുടെ ഇപ്പോൾ ഏറ്റവും പ്രബലമായ ആഗ്രഹമാണ്. നിങ്ങൾ ഇത്രയും നാളെ ക്ഷമയോടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, ഇനി അത് ക്ഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല, അവർ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കുന്നതാണ് എന്നും അവർ പറയുന്നു. ഓക്കെ, ഇതേപോലെ വെച്ച് നിങ്ങളുടെ അടുത്ത് ഒരു മാഗ്നറ്റിക് പുൾ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ പോലും അവർ നിങ്ങളെ വിട്ടുപോവില്ല. ഓക്കെ, തിരിച്ച് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തുന്ന ഒരു സ്ഥിതിയാണ് അവരുടെ മനസ്സിന് ഉള്ളത് ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ചിന്തകൾ മാറിപ്പോകാത്ത ഒരവസ്ഥയിലാണ് അവർ. നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് തന്നെ അവർ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു നല്ല സമാധാനപരമായിട്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് സന്തോഷമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവരുടെ സുഹൃത്തുക്കളോട്, വീട്ടുകാരോടെല്ലാം ഇവർ നിങ്ങളുടെ കാര്യം ഡിസ്കസ് ചെയ്യാറുണ്ട് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ
അവർ എടുക്കാറുണ്ട് എന്ന്, കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട് എന്നർത്ഥം. നിങ്ങളെ അവർ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവർക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ അറിയില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫോക്കസ് വന്നു പോയി. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തൊന്ന് കൺസൾട്ട് ചെയ്തിട്ടേ അവർക്ക് ചെയ്യാൻ അറിയുള്ളൂ. അവർക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനോ അങ്ങനെയൊന്നും ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ് നിങ്ങളെ. ഓക്കെ, അതും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുകളയാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല എന്ന് തന്നെ പറയുന്നു. ഐ ഡിപ്പെൻഡ് ഓൺ യു എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ആ മെമ്മറീസ് എല്ലാം ഇവർക്ക് വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ആ ചിന്തകൾ ഇവരുടെ മനസ്സിൽ, ആ ഓർമ്മകളെല്ലാം ഇങ്ങനെ അവർ വീണ്ടും വീണ്ടും ഓർക്കാറുണ്ട് എന്നും പറയുന്നു. ചുരുക്കി പറഞ്ഞ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങളെ പറ്റിയുള്ള ചിന്ത തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഡെവിളിഷ് എനർജി അവിടെ വരുന്നത്. ഓക്കെ, തുടർച്ചയായിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ഇടയിൽ നടന്ന കാര്യങ്ങൾ, നിങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്, അതെല്ലാം ഇങ്ങനെ മനസ്സിൽ വന്നും പോയും ഇരിക്കും എന്നൊരവസ്ഥയാണ്. ഓക്കെ, നിങ്ങളെ തന്നെ ധ്യാനിക്കുന്നു എന്നർത്ഥം കേട്ടോ. ഓക്കെ, ഒന്ന് ഷഫിൾ ചെയ്തിട്ട് 2 കാർഡ് കൂടി എടുത്തിട്ട് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് കൂടി കുറച്ച് എടുത്ത് തരാം. എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് തന്നെയല്ലേ അവർ പറയുന്നത്. തീർച്ചയായിട്ടും അവരൊരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരും എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. തീർച്ചയായും വരും എന്ന് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന. റീയൂണിയൻ്റെ കാർഡും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെത്ര ദൂരെ ആണെങ്കിലും, എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും, അവർ തീർച്ചയായും ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് കൂടെ നോക്കാം. ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് ഒരു ബാഗിലിട്ട് വെച്ചിരിക്കുക. അവിടെ നിന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എടുക്കട്ടെ. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. പറഞ്ഞില്ലേ, ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ ശരിയാവുമെന്ന് അവർ പറഞ്ഞു എന്ന്. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്. അവരോട് ദേഷ്യപ്പെടല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് മീ. അവരെ പറ്റി വറി ചെയ്യുകയും വേണ്ട, അവരൊക്കെ ആണെന്ന് പറയുകയാണേ. യു ആർ ഡ്രൈവിങ് മീ ക്രേസി. നിങ്ങൾ അവരെ വട്ടുപിടിപ്പിക്കുന്നു. ഡിവൈൻ ടൈമിങ് കണ്ടോ, വീണ്ടും വീണ്ടും പറയാണ് ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാവും എന്നുള്ളത്. മെസ്സേജ് മീ, കോൾ മീ. നിങ്ങളുടെ അടുത്ത് കോളോ മെസ്സേജോ ചെയ്യാൻ പറയുകയാണേ. യു ആർ സോ പെർഫെക്റ്റ്. നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ബോധറേഷൻ ഉണ്ട്. ഐ എം ജെല്ലസ്. ഞാൻ പറഞ്ഞില്ലേ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. 222 റീയൂണിയൻ, വെരി ഗുഡ്. 2 ഓഫ് കപ്സ് എനർജി വന്നില്ലേ. ഐ എം ലോയൽ ടു യു, ട്രസ്റ്റ് മീ. അവർ വിശ്വസ്തരാണ് നിങ്ങളുടെ അടുത്ത് എന്ന് പറയുകയാണ്. ഐ റിഗ്രറ്റ് മൈ ആക്ഷൻസ്. അവർ അവരുടെ ആക്ഷൻസിന് റിഗ്രറ്റ് ചെയ്യുന്നു, സങ്കടപ്പെടുന്നു. അവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ലിബ്ര, തുലാരാശി. നമ്പേഴ്സ് 1, 10. ഈ നമ്പർ 2-3 ദിവസമായിട്ട് വരുന്നുണ്ട്. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു. നിങ്ങളുടെ അടുത്ത് അവർ നേരത്തെ പറഞ്ഞില്ലേ വിഷമിപ്പിച്ചു എന്നുള്ളത്, അതിൻ്റെ എനർജിയാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് എന്തോ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് അവർ ക്ഷമ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. അവർ തെറ്റ് സമ്മതിക്കുകയാണ്. ഓക്കെ, ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു അപ്രോച്ച് യു. ശരിയായ സമയത്തിന് വെയിറ്റിംഗ് ആണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനെന്ന് പറയുന്നു. യുവർ വോയിസ് ആസ് മാജിക് ഇൻ ഇറ്റ്, ഐ ലവ് ടു ഹിയർ യു. നിങ്ങളുടെ ശബ്ദം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ അത് കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഐ വോണ്ട് ടു കം ഇൻ ടു ബാലൻസ് വിത്ത് യു. കണ്ടോ, ജസ്റ്റിസിൻ്റെ കാർഡ് വന്നിരുന്നില്ലേ. ലവ് യുവർ സ്മൈൽ, കീപ് സ്മൈലിംഗ്. നിങ്ങളുടെ ചിരി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ചിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ.
ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ അവർക്ക് മറക്കാനേ സാധിക്കില്ല. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു. നിങ്ങളെ അവരൊരിക്കലും വിട്ടുകളയില്ല എന്ന് തന്നെ പറയുന്നു. സർപ്രൈസ്, പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് കേട്ടോ. ഐ വിൽ വെയിറ്റ് ഫോർ യു. നിങ്ങൾക്കായി അവർ വെയിറ്റ് ചെയ്യാമെന്നും പറയുന്നു. ഹാവ് യു മൂവ്ഡ് ഓൺ. നിങ്ങൾ അവരെ വിട്ടു പോകാൻ തീരുമാനിച്ചോ? പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ. അവരെ വിട്ട് കളയല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. നമ്പേഴ്സ് 8, 17, 26. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു. അവർ നിങ്ങളെ വിട്ട് കളയില്ല, നിങ്ങൾ വിട്ട് കളയല്ലേ എന്നും പറയുന്നുണ്ട്. സ്കോർപ്പിയോ, വൃശ്ചിക രാശി, സാജിറ്റേറിയസ്, ധനുരാശി. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്. നിങ്ങളെ നിറുകെ കെട്ടിപ്പിടിച്ചാൽ കൊള്ളാവുന്നുണ്ട് അവർക്ക്. ഐ ലവ് യു. ഹൈലൈറ്റ് ഓഫ് ദി ഡേ അല്ലേ. ഐ വിഷ് തിങ്സ് വുഡ് ബി ഡിഫറെൻറ്റ്. സിറ്റുവേഷൻസ് വേറെ മാതിരി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ ചിന്തിക്കുകയാണ്. ഐ എം ഗെയിനിങ് ക്ലാരിറ്റി അബൌട്ട് അവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ ഇൻ മൈ ലൈഫ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എന്നതിന് അവർ ദൈവത്തോട് നന്ദി പറയുന്നു കേട്ടോ. യു ഹാവ് ലൈറ്റ് ടു മീ. നിങ്ങൾ അവരുടെ അടുത്ത് എന്തോ കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്താണ് കള്ളം പറഞ്ഞത്? ഗുഡ് ന്യൂസ് ഈസ് കമ്മിങ്. ഗുഡ് ന്യൂസ് പെട്ടെന്ന് തന്നെ വരുന്നുണ്ടെന്ന് കേട്ടോ. പൈസസ്, മീനരാശി. യുവർ ഹാൻഡ്സ് ആർ ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ കൈകൾ സുന്ദരമാണ് എന്ന് അവർ പറയുന്നു. മാനിഫെസ്റ്റിംഗ്, നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നു. ഓക്കെ. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഐ എം യുവേഴ്സ് ഫോർ എവർ. ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ എത്ര കാർഡ്സാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഫോർ എവർ ലവ്, ഐ ക്യാൻ വെയിറ്റ് ഫോർ എവർ. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ഒരു എത്ര കാലം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാവുന്ന. മാരി മീ. ഓക്കെ, പിന്നെന്താ അല്ലേ. ബ്ലെസ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ളത് അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പറയുന്നു കേട്ടോ. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഐ ഫീൽ ലൈക്ക് വി ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. വീണ്ടും പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങൾ അവരെ മറക്കുകയില്ല എന്ന് പറയുകയാണ്. ജെമിനി, മിഥുന രാശി. ഐ എം വാച്ചിങ് യു ഫ്രം എഫാർ. ദൂരെ നിന്നും നിങ്ങളുടെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഓൺലൈൻ സ്റ്റോക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ. ന്യൂ ലവ്, ചിലർക്കെങ്കിലും ഒരു പുതിയ പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നു. ഐ മിസ് യു. നിങ്ങളവർ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു. ഐ ഹാവ് ലോസ് മൈ പീസ് ഓഫ് മൈൻഡ്. അവർക്ക് മനസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ കാര്യങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ ഈ റിലേഷനിൽ മാത്രം സ്റ്റക്കായി നിൽക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി മനസ്സ് വ്യാപിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത് കേട്ടോ. കാരണം റിലേഷനെ മാത്രം ആലോചിച്ച് നിങ്ങൾ വേറെ എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലാക്കിയിരിക്കുന്ന അത് നല്ല സിറ്റുവേഷൻ അല്ല. ഐ വിൽ ഓൾവേസ് ലവ് യു. നിങ്ങളെ അവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഐ എം ബോതേഡ് അബൌട്ട് മൈ സോഷ്യൽ ഇമേജ്. ഇതും നമുക്ക് അതിൽ വന്നിരുന്നു അല്ലേ. സോഷ്യൽ ഇമേജിനെ പറ്റി അവർ ബോതേഡാണെന്ന് പറയുന്നു. ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ. നിങ്ങളുടെ ശബ്ദം അവർ മിസ് ചെയ്യുന്നു, അവരൊന്ന് വിളിക്കാവുന്ന. ക്യാൻ വി ടോക്ക്. വീണ്ടും അവർക്ക് സംസാരിക്കണം നിങ്ങളുടെ അടുത്ത്. 11 വിഷ് ഫുൾഫിൽമെൻറ്റ്. നിങ്ങളിൽ പലർക്കും വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട് ഉറപ്പായിട്ടും കേട്ടോ. വെൻ യു വോക്ക്ഡ് അവേ യു ലെഫ്റ്റ് മീ വിത്ത് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്തൊക്കെയോ ഒരിടത്ത് പറഞ്ഞിട്ടങ്ങ് പോയി. അവർക്ക് ആകെ കിളി പോയ അവസ്ഥയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഒന്നും അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്നർത്ഥം. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. നിങ്ങൾക്ക് അവരെക്കാൾ മികച്ച വ്യക്തിയെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ആ നോട്ടിൽ നിർത്തേണ്ട ഒരു കാർഡ് കൂടെ എടുക്കാം. അതൊരു നെഗറ്റീവ് ടച്ചുള്ള നോട്ടായിപ്പോയി അല്ലേ. ഐ ജസ്റ്റ് കാൻ ലവ് എനി വൺ എനി മോർ. നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ അവർക്ക് ഇനി സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത് മതി. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഒരു സ്പെസിഫിക് പേഴ്സൺ റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണ്. എന്നും കുറച്ച് 3 മിനിറ്റിലത്തെ വീഡിയോ അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ
പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.